ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഓണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് കട എവിടെയാണ്. കട കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് കെയർ ബേക്കറിയുടെ അടുത്ത്, തറവാട് ഹോട്ടലിനടുത്ത് ഒരു വലിയ വളവുണ്ട്. പാല ബസ് സ്റ്റാൻഡിന് ഇപ്പുറം. പാല അല്ല, കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന് ഇപ്പുറം. പാല എന്ന് പറഞ്ഞ തെറ്റിയതാണ്. കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന് ഇപ്പുറം. അവിടെ സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. 9447208809 എന്നാണ് നമ്മുടെ മൊബൈൽ നമ്പർ. അപ്പോൾ ഇനി സ്ഥലം പറഞ്ഞില്ല, മൊബൈൽ നമ്പർ പറഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട. പിന്നെ കോട്ടയത്തിന് പോകുന്ന റൂട്ട്. കോട്ടയം, അതായത് കോട്ടയം ചേനാശ്ശേരി എന്നൊക്കെ വരുന്ന വഴിയുടെ സൈഡിൽ തന്നെ കുമിളിക്ക് പോകുന്ന വഴി, കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി. തൊട്ടടുത്ത ടൗണുകൾ പറയാം: പൊൻകുന്നം, മണിമല, പാല, ഈരാറ്റുപേട്ട, മുണ്ടക്കയം, എരുമേലി. ഇങ്ങനെ എവിടെ നിന്ന് വന്നാൽ ഈ കാഞ്ഞിരപ്പള്ളി വരാം. വട്ടത്തിലുള്ള ടൗണാണ്. ഇങ്ങനെ പോയാൽ മുണ്ടക്കയം, ഇങ്ങനെ പോയാൽ എരുമേലി, ഇങ്ങനെ പോയാൽ മണിമല, ഇങ്ങനെ പോയാൽ കറുകച്ചാൽ, ഇങ്ങനെ പോയാൽ ചേനാശ്ശേരി, ഇങ്ങനെ പോയാൽ കോട്ടയം, ഇങ്ങനെ പോയാൽ പാല. അങ്ങനെയുള്ള എവിടെ നിന്ന് വന്നാലും നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലെത്താം. അപ്പോൾ സ്ഥലം മനസ്സിലായല്ലോ. പിന്നെ ഓണത്തിൻ്റെ സമയത്ത് സെയിലിൻ്റെ തിരക്കിലായതുകൊണ്ട് കുറച്ചൊക്കെ സർവീസ് ഇച്ചിരി പെൻഡിങ് ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നല്ല ബ്രാൻഡുകൾ സാധനങ്ങൾ ഇരിക്കുന്നവർ കൊണ്ടേ പിടിയാ വിലയ്ക്ക് ആക്രിക്ക് കൊടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും ചെവിക്കൊണ്ടേ വളരെ സന്തോഷം. ഇഷ്ടം പോലെ ടി വികൾ പാനൽ മാറ്റാനായിട്ട് കൊണ്ടുവന്നു. പൊട്ടിയ പാനലുകളാണ് കൂടുതലും നമ്മൾ മാറിയത്. അല്ലാതെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാവുന്ന പാനലെല്ലാം ഞങ്ങൾ റിപ്പയർ ചെയ്തെടുത്തു. ഇത് പാനൽ പോയതാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ തുടങ്ങിയ ഒരു ടി വിയാണ്, ഉപേക്ഷിച്ച ടി വിയാണ്. ഈ ടി വി നമ്മൾ പാനൽ പോയതല്ലെന്നും പാനൽ മാറുകയും വേണ്ടെന്നും ഇതിന് എന്നാണ് കംപ്ലൈൻറ്റ് ഒന്നും ഒരു സസ്പെൻസ് ആകുകയാണ്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് തീർത്തിപ്പോൾ ഈ സെറ്റ് റെഡിയാക്കാൻ പോവാണ്. ഈ സെറ്റ് പാനൽ പോയതാണെന്ന് പറഞ്ഞ് കളഞ്ഞ ഒരു ടി വിയാണ്. അപ്പോൾ പുള്ളിയുടെ മകൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട്, മകൻ എൻ്റെ വീഡിയോ കാണാറുള്ള ആളായതുകൊണ്ട് പുള്ളി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, പുള്ളി എൻ്റെ അടുത്ത് കൊണ്ടുവന്നാ ശരിയാക്കി തരുമെന്ന്. അങ്ങനെ ഞാൻ ശരിയാക്കാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആണ്, ശ്രദ്ധിച്ചിരുന്ന് കാണുക. അപ്പോൾ ആദ്യമായിട്ട് ഈ സെറ്റ് വർക്കിംഗ് അല്ല. എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓണാകുന്നില്ല, പാനലൊന്നും വരുന്നില്ല. അതൊക്കെയാണ് എൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളിത് തുറക്കാൻ പോവാം. എത്ര സ്ക്രൂ ഉണ്ട്? 2 സ്ക്രൂ അല്ലേ ഉള്ളൂ. 2 സ്ക്രൂ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് അഴിച്ചു മാറ്റാം. അന്നേരം ടി വി പിടിച്ചോ. സ്റ്റാൻഡ് ചെയ്യാൻ ഈ സ്റ്റാൻഡ് ടി വിക്ക് അമർത്തിയിട്ടിട്ട് ബാക്കി സ്ക്രൂ എല്ലാം അഴിച്ചു. ഈ ടി വിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊരു 10 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ടി വി. അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് എത്ര ഇയർ നോക്കിയത്? മാർച്ച് 2013. 13, 10, 23, 25, 12 വർഷം പഴയ ടി വിയാണ്. സോണി അഡാപ്റ്റർ വെച്ചുള്ള ടി വി ഇറക്കിയപ്പോഴത്തെ ആദ്യത്തെ ടി വിയാണ്. അന്ന് വളരെ അത്ഭുതത്തോടുകൂടി ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ വെച്ച് ടി വി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾ കഴിച്ചൊക്കെ നോക്കിയതാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. വളരെ നല്ല ടി വിയാണ്. ഇപ്പോഴും ഇത്ര ഭംഗിയായിട്ട് ഇത് ഇത്രയും 13 വർഷം ഇത് വർക്ക് ചെയ്തല്ലോ. ഇനിയും ഞാനിത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കസ്റ്റമർക്ക്. അപ്പോൾ അതാണ് സോണിയുടെ ഒരു മെച്ചം. പിന്നെ ചിലരുടെയൊക്കെ സോണി പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്, അതൊക്കെ കൂടുതലും ഈ നനഞ്ഞ തുണി വെച്ചൊക്കെ പാനൽ തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അധികം ഇതൊന്നും വരാതെ, ഈർപ്പമൊന്നും അടിക്കാതെ നമ്മൾ നോക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ സംഗതി. കൂടുതൽ ഈർപ്പമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആകും. അപ്പോൾ അത്രയും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ നോക്കണം. എല്ലാ സ്ക്രൂകളും അയച്ചോ? സ്ക്രൂകളെല്ലാം അയച്ചു. ഓക്കെ, എന്നാൽ ഇനി പൊക്കിക്കോ. പതുക്കെ എല്ലാ സ്ക്രൂ അയച്ചെങ്കിൽ ഒരു ലോക്കാണ്. ഇതിങ്ങനെ ഇതുണ്ട്. അത്രേ ഉള്ളൂ. പഠിച്ചു. ഓക്കെ, മാറ്റിക്കും. കവറിങ് മാറ്റിക്കും. ഇനി സെറ്റിൻ്റെ അകം ഇതുണ്ട്. ഈ ഒറ്റ ബോർഡേലാണ്, മീഡിയ ടെക്കിൻ്റെ ഒറ്റ ബോർഡേലാണ്. മെയ്ഡ് ഇൻ മലേഷ്യ, സോണി കോർപ്പറേഷൻ, മീഡിയ ടെക്കിൻ്റെ ഒറ്റ ബോർഡേലാണ് ഈ സെറ്റ് നിൽക്കുന്നത്. ഈ ബോർഡ് സ്പീക്കറെല്ലാം അഴിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കിത് പാനൽ സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ക്രൂ ഒന്നുമില്ല.
കഴിക്കണ്ടേ? അത് കഴിക്കണം. ബോർഡിൻ്റെ സ്ക്രൂ എല്ലാം അഴിക്കണം. കുറേ സ്ക്രൂ ഉണ്ട്. ഇത് വലിക്കണം, ഈ മെറ്റൽ വലിക്കണം. ഇത് മാറ്റണം. ഇങ്ങനെ മേളിലേക്ക് പൊക്കിയാൽ മതി. അപ്പോൾ വിട്ടു. പിന്നെ ഇത് വരണം, ഇതുകൂടെ വരണം. ഞെക്കി പിടിച്ചുകൊണ്ട് പുറകോട്ട് വലിച്ചാൽ മതി. ഞെക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വലിക്കണം. മാറിക്കാം. പോന്നു. ഓക്കെ, ഞാൻ പഠിച്ചു. കൂടുതലൊന്നും പഠിപ്പിക്കാനില്ല. എടുത്ത് മാറ്റിക്കോ. ബോർഡ് അവിടെ വെക്കണ്ട. ബോർഡ് ഇങ്ങോട്ട് വല്ലതും മാറ്റി വെച്ചു. അവിടെ നമുക്ക് പാനൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഉപേക്ഷിച്ച സോണിയുടെ ടി വിയാണ്. ഞാൻ നന്നാക്കാൻ പോവാണ്. 2013 ഈ ടി വിക്ക് ഗൂഗിളോ ആൻഡ്രോയിഡോ അങ്ങനെയുള്ള ഒരു സാധനം ഇല്ലായിരുന്നു. നോർമൽ ടി വി ആയിരുന്നു. അന്നും ഈ 30,000 രൂപ മേളിൽ വിലയാണ് അന്നും സോണിയുടെ ടി വിക്ക്. ഇന്നും അത് തന്നെ. കുറേ ഫീച്ചേഴ്സൊക്കെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ന് ഈ 30,000 രൂപയ്ക്ക് ഈ ടി വി വിറ്റു. പാനൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കഥയൊന്നും പറയിപ്പിക്കുന്നില്ല. പാനൽ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണ്ടേ. പാനലിൻ്റെ മുകളിൽ കൂടെയുള്ള കവറിങ് അഴിക്കുകയാണ്. വളരെ സൂക്ഷിച്ച് വേണം അത് അഴിക്കാൻ. അത് അഴിച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ പാനലിൽ നിന്നുള്ള കണക്ഷൻ വെടിയിക്കുകയാണ്. തകടുണ്ട്. ഫ്രെയിമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നല്ല കാര്യം. പാനലിൽ നിന്നുള്ള ബോർഡുമായിട്ടുള്ള കണക്ഷൻ പിടിപ്പിക്കുന്ന ഭാഗമാണ്. പത്ത് 12 വർഷമായിട്ട് ഇരുന്നുകൊണ്ടേ ഇതൊക്കെ ഒട്ടിയിരിക്കുക എപ്പോഴും. മനസ്സിലായില്ലേ? ഒട്ടിപ്പിടിച്ചിരിക്കുക. സൈഡ് കുഴപ്പമില്ല. ഓക്കെ. പാനലെടുത്ത് മാറ്റി വെച്ചു. ഇനി പാനലിന് അടിയിൽ 2-3 ഷീറ്റുണ്ട്. അത് നമ്മളെടുത്ത് മാറ്റി വെക്കുവാണ്.
ഇതിൻ്റെ ആകെ കാണിച്ചു 4 സാധനമാണ്, 4 LED ആണ് ഇതിന് വരുന്നത്. 4 LED സ്ട്രിപ്പാണുള്ളത്. ചുമ്മാ സൈഡേ ഉള്ളൂ, ലോക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല. LED സ്ട്രിപ്പിൻ്റെ മുകളിലത്തെ കവർ എടുത്ത് മാറ്റി പശ എടുത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ. LED എല്ലാം കാലകരണപ്പെട്ടതുകൊണ്ട് എല്ലാം പൊടിഞ്ഞു ചാടി, ഇതിൻ്റെ കവറിങ്ങൊക്കെ പോയി. 12 വർഷം ബട്ടൺസ് പോലെ ഇരിക്കുന്ന കവറാണ്. 12 വർഷം ഊരിപ്പോന്നു. 12 വർഷത്തെ സേവനത്തിന് ശേഷം. ഇത് AB ആണ്. AB. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻ്റെ ഇതെടുക്കാം. എല്ലാം ലോക്കാണ്. ആ ലോക്കിൽ നിന്ന് നമ്മൾ പതിയെ ഊരിയെടുത്തു. ഇവിടെയൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ബേൺ ചെയ്തിട്ടുണ്ട്. കാണാമായിരിക്കുമല്ലോ, ഇത് ഇങ്ങനെ ഓരോ LED ബട്ടണിൻ്റെ അടിയിലും ബേണിങ് ആയിട്ടുണ്ട്. അതും ബേൺ ചെയ്തിട്ടുണ്ട്. ബേൺ ചെയ്തോടാണ് ഈ കളർ മാറി ഇങ്ങനെ ഇരിക്കുന്നത്. ഇതും ബേൺ ചെയ്തിട്ടുണ്ട്. കളർ ചേഞ്ച് ഉണ്ടല്ലോ, എല്ലാം കളർ ചേഞ്ചാണ്. എല്ലാ LED ഇതൊക്കെ നല്ലപോലെ ചേഞ്ച് ആയി. ബേൺ ആയിട്ടുണ്ട്. കാഴ്ച വലിയ കുഴപ്പമില്ല, ചിലപ്പോൾ കത്തിച്ചത് 12 വർഷം കൂടിയതുകൊണ്ട് 12 വർഷത്തെ ബേണിങ് ഉണ്ടാകുന്നത്. ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, പലപ്പോഴായിട്ട് 12 വർഷം കൊണ്ടുണ്ടാകുന്ന ഈ ബേണിങ് ആണ്. നമുക്ക് അതിൻ്റെ ഇതെടുക്കാം. അതിൻ്റെ സെയിം LED സ്ട്രിപ്പ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കത് എടുക്കാം. ഉണ്ടോ A ആണ്, ഉണ്ടോ A സ്ട്രിപ്പ്. ഇത് എത്ര സ്ട്രിപ്പാടി? 4 സ്ട്രിപ്പ് അല്ലേ? 4 സ്ട്രിപ്പ്. AB 4 സ്ട്രിപ്പ്. ആ, ഇതൊരു പ്രത്യേക സൈസ് ഇതാണ്, ഇച്ചിരി വില കൂടുതലുള്ള സ്ട്രിപ്പാണ് ഇത്. AB ആണ് സാധനം. ഇത് എപ്പോഴും ഒന്ന് എല്ലായിടത്തും കിട്ടുന്നല്ലോ, ഒത്തിരി പഴയ മോഡലായതുകൊണ്ടേ. 3 വോൾട്ട് 8 LED. ഓക്കെ, അപ്പോൾ ഒരു 2 സെറ്റ് ഉണ്ട് ഇതിനകത്ത്. നമുക്കിതിപ്പോൾ ഒരു സെറ്റ് നമ്മളിഞ്ഞ് എടുത്തു. ഇപ്പോൾ പുതിയത് നമ്മൾ കുറച്ച് നല്ല ക്വാളിറ്റിയാണ്, ഒറിജിനൽ ക്വാളിറ്റിയാണ് നമ്മൾ ഇടുന്നത്. ഈ ചിലരിങ്ങനെ ബാക്ക് ലൈറ്റ് മാറുന്നതിനൊക്കെ എത്ര രൂപ ആവും എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ ഇരുന്ന സാധനം അനുസരിച്ചും പിന്നെ ഓരോ ടെക്നീഷ്യന്മാരുടെ ബുദ്ധിമുട്ടനുസരിച്ചുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് പല വിലയുടെ സ്പെയർ കിട്ടും, അതനുസരിച്ച് മാറ്റം വരും. നല്ല സ്പെയർ ആണെങ്കിൽ വില കൂടും, നല്ല രീതിയിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നതാണെങ്കിൽ റേറ്റ് കൂടും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നല്ല സ്പെയർ ഇടുന്ന ആളാണെന്ന് നമുക്ക് വിശ്വാസമുള്ളിടത്ത് ചെയ്യിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് കൂടിയ ടൈപ്പ് സ്ട്രിപ്പാണ്, അറിയാവുന്നവർക്കറിയാം. കിട്ടുന്ന ഒറിജിനൽ സ്ട്രിപ്പാണ്. അത് നേരത്തെ ഇരുന്ന സ്ട്രിപ്പിനേക്കാളും നല്ല സ്ട്രിപ്പാണ്. നേരത്തെ ഇരുന്ന വേറൊരു ടൈപ്പ് സ്ട്രിപ്പാണ്, അതിലും ബെറ്റർ സ്ട്രിപ്പാണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും വില കൂടിയ സ്ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇടാൻ പോവാണ്.
അത് നമ്മൾ അതിൻ്റെ ഒരു മോഡ് അനുസരിച്ചാണ് ഇടേണ്ടത്. ആദ്യം ബി മണ്ടയിലിടണം. ബി മണ്ടയിലിട്ടു, എന്നാലേ അതിൻ്റെ സെറ്റപ്പ് വരുള്ളൂ. ബി ഇവിടെ നമുക്ക് ഇതിൻ്റെ ലോക്ക് ഇട്ടതിന് ശേഷം ബി ലോക്ക് ഇട്ടു, ഇതിനകത്ത് കയറ്റി. പിന്നെ ഇത് കയറ്റുന്ന വെച്ചാൽ ഒരു സ്ട്രിപ്പ് ഇട്ടു, പിന്നെ നമ്മൾ അടുത്ത സ്ട്രിപ്പ് ഇടുന്നു. രണ്ടാമത്തെ സ്ട്രിപ്പ് ഇട്ടു, ഇനി നമ്മൾ മൂന്നാമത്തെ സ്ട്രിപ്പ് ഇടുന്നു. ബി എ, വീണ്ടും ബി. അപ്പോൾ 3 നമ്മളിട്ടു. ഇത് നാലാമത്തെ എ. അപ്പോൾ നമുക്കിനി നാലാമത്തെ സ്ട്രിപ്പ് ഇടാം. നാലാമത്തെ സ്ട്രിപ്പ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് തീരും. പിന്നെ എൻ്റെ ലോക്കിൽ വീണു. ഇനി ഇത് കത്തുവോ ഇല്ലയോ എന്ന് നോക്കണം. ബോർഡ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ബോർഡ് വെച്ച് ഒരു സെക്കൻഡ് ഒന്ന് നോക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇത് വന്നാലേ. അപ്പോൾ ബോർഡ് ഇതാ. ആ ഒരു അഡാപ്റ്റർ വേണം. കത്തിയില്ല. അപ്പം അതിൻ്റെ സ്വിച്ചുകൾ എവിടെയെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ സ്വിച്ച് എല്ലാം ഫ്രണ്ടിലാണ് താനും. ഓക്കെ, ടച്ച് സ്വിച്ചാണ്. അപ്പം ഇവിടെ കണക്ട് ചെയ്യാം. അതിൻ്റെ വയറ് 10 സെക്കൻഡ് കഴിഞ്ഞ് കുത്ത ഊര്. ആ ഓക്കെ. അപ്പോൾ കണ്ടല്ലോ, അത് പാനൽ കൊടുക്കാത്തതുകൊണ്ടാണ്. ഒന്നുകൂടെ ഊരിക്ക്. ഒന്നുകൂടെ ഊരിയിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞ് കുത്തിക്ക്. കുത്തിക്കോ. അപ്പോൾ സ്റ്റാൻഡ് ബൈ വന്നു. ഇനി നമ്മൾ ഓണാക്കി വിടുന്നു. ഓണാക്കി വിട്ട് പച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തെളിയും. കണ്ടോ, തെളിഞ്ഞു. 4 സ്ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വർക്കായി. ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് പാക്ക് ചെയ്താൽ മതി. ഹലോ, അപ്പോൾ നമ്മൾ ഇട്ടു. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പാർട്ടിയും കൂടെ എടുത്ത് മാറ്റാനുണ്ട്. ഇങ്ങനെ കറക്കുന്ന ഒരാൾ ഇങ്ങനെ ഇട്ടിട്ട് അവനെ കറക്കിയാൽ മതി. ഇങ്ങനെ ഇട്ടിട്ട് കറക്കി കഴിഞ്ഞാൽ അവിടെ കിടന്നോളും, ഒരിടത്തും പോകത്തില്ല. അപ്പോൾ ലോക്കും ആയിക്കോളും. ഇത് ഇവിടെ ഇടാവണം. എൻഡിലല്ല, നടുക്കിട്ടേക്കാം. നടുക്കൊക്കെ ആണല്ലോ അത് കിടന്നേ. നടുക്ക് ലോക്കായി. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, തിരിച്ചേക്ക് മാത്രമേ പോരത്തുള്ളൂ. 2 എണ്ണമായി. ഇനി എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടെ. കണ്ടുപോകാനൊന്നുമില്ല. ഒരെണ്ണം ഈ സൈഡിലായിട്ടിരുന്ന് പിന്നെ സൈഡിൽ കിടക്കട്ടെ. പാനലൊന്ന് മടങ്ങി വന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനിയുണ്ടോ ഒരാൾ? തീർന്നല്ലേ? മൊത്തം അത്രയല്ലേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ഉണ്ട്, അതിവിടെ ഇട്ടേക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. മതി.
എല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നോക്കി, ഇത് അഴിച്ചാൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ പഴക്കത്തിൻ്റെതായ ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല. 13 വർഷമൊക്കെ ഓടിക്കഴിയുമ്പോൾ ഏത് സാധനത്തിലും ഒരു ചെറിയ പാടൊക്കെ വരും. അതൊന്നും ഒരു പാടല്ല, അതൊക്കെ വെറും കഷ്ടപ്പാട് മാത്രമാണ്. അതിൻ്റെ വെട്ടുണ്ട്, അത് ഇവിടെ ഒരു വെട്ടുണ്ട്, അതും കറക്റ്റ് വീണതിന് 3 ഷീറ്റായത്. അടിയിലൊരു ഷീറ്റ്, അടിയിലൊരു ഷീറ്റ്, 3 ഷീറ്റുണ്ട്. ഇത് ഏറ്റവും മേളത്തെ ഷീറ്റ്. മൂന്ന് വീണ്ടും അത് 1 2 3 കറക്റ്റ് വെട്ടി വീണു. ഇനി ഒരാളിവിടെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ഇൻസുലേഷൻ ടേപ്പ് പൊട്ടിയിലും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കെട്ടിനകത്ത് വീണു. ആരും പൊങ്ങിയും തങ്ങിയൊന്നുമില്ല. ഇനി നമുക്ക് പാനലെടുത്ത് വെക്കാം. ഈ സ്കെയിലർ ബോർഡ് വെച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് 2 പ്ലാസ്റ്റിക് ഉണ്ട്. പ്ലാസ്റ്റിക് ഇടണം. ഇതിപ്പോൾ 2 പ്ലാസ്റ്റിക്കിലേക്ക് ഇട്ടിട്ട് ഇവിടെ അതിൻ്റെ ലോക്കാണ്, അതിനകത്ത് വീഴിക്കുക. ഇവിടെ ഒരു ലോക്കുണ്ട്, അതിനകത്തും വീഴിക്കുക. പിന്നെ പാനലെല്ലാം നല്ല ലെവലിലാണ് കിടക്കുന്നതെന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു തകിടുണ്ട്, അതെടുത്ത് ഇവിടെ വെക്കുക. ഇത്രേ ഉള്ളൂ. ഫോൺ എടുക്കാതിരുന്നാൽ ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഫോൺ എടുത്താൽ ഒരു പണിയും നടക്കേല. ഇപ്പം തൽക്കാലം ഫോൺ എടുക്കണ്ട. പാനൽ ചെയ്യുന്ന സമയത്തൊന്നും, പാനൽ മാറുന്ന സമയത്തൊന്നും ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ സ്കെയിലർ വെക്കുന്നതിന് മുമ്പ് ഒരു തകിടുണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്യും? സ്ട്രിപ്പ് ഇവിടെ കൊടുക്കണം.
സ്ട്രിപ്പ് ഇവിടെ കൊടുത്തതിന് ഫോൺ ഒരു ശേഷം ശല്യമാണോ, മനുഷ്യന് സ്വസ്ഥത കളയൂല. ഞാനതൊന്നും എടുക്കാം, അല്ല രക്ഷയില്ല. റബ്ബർ ഊരിയിട്ടിരിക്കുകയാണ്. അല്ല, ആ വന്നു, റെഡ് വന്നു. ഓക്കെ. ഓക്കെ. ഹലോ ഹലോ, പറഞ്ഞോളൂ. അതേലോ, ആ എവിടുന്നാ വിളിക്കുന്നേ? തിരുവല്ല. ആ, എത്ര കൊണ്ടുവന്നാ ഇഞ്ചാ? ഇത് ആ ആ അപ്പം 43. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പം അത് മാറാം, കൊണ്ടുവരാം. എൽ ജി അല്ലേ? എൽ ജി എൽ ജി. ആ എൽ ജി പാനൽ തന്നെ വെച്ച് തരാം. ഓക്കെ, എൽ ജി പാനൽ തന്നെ വെക്കാം. ഓക്കെ ഓക്കെ. ഏറ്റവും നല്ല പാനൽ അതാ. ഇവിടെ ആരെ പൊങ്ങി നിൽക്കുന്നു? സ്റ്റാൻഡ് ഇനി അതെവിടെയാ? ഇവിടെ നിന്നല്ലേ? ഇനി എടുത്ത് വായിക്കില്ല, സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നു. ഞാൻ വിട്ടേ. ഇത് ആ വിട്ടോ. ഇതിൻ്റെ അഡാപ്റ്റർ വല്ലതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെറ്റ് റെഡിയായി. ഫൈനലായിട്ട് എല്ലാം സ്ക്രൂ മുറുക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്നോടെ ഓണാക്കി വർക്ക് ചെയ്ത് ഫോണിൽ നിന്ന് വന്നു. നോക്കൂ. ചാനലിലേക്ക് പോകണം. ഓണായി നിന്നു. ഇതൊക്കെ വെച്ച പൊടികളൊക്കെ, അതൊക്കെ പാൽപ്പഴക്കം കൊണ്ടുള്ള പൊടികളൊക്കെ ഉള്ളത്, അത് തൂത്താൽ മതി. ആ റിമോട്ടിഞ്ഞടുത്ത്
റിമോട്ട് ഇതാണ്ട് ഇവിടെ കിടക്കുന്നു. ഫോട്ടോ എടുക്കുന്നു, വൈഡാക്കുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് താഴെ കൊണ്ടുപോയി കുറച്ച് നേരം വർക്ക് ചെയ്യിപ്പിച്ചിടാം. കണ്ടല്ലോ, ഫോട്ടോ കണ്ടല്ലോ. അപ്പം വേസ്റ്റ് കളയാൻ പോയ ടി വിയാണ്, നല്ല കുട്ടപ്പനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനവും വെറുതെ ആക്രിക്ക് കൊടുക്കുന്നതിന് മുമ്പ്, പോയെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പ് എന്താണേലും ഒന്ന് നോക്കണമെന്ന് ഞാൻ പറയുന്നതാണ്. 100% എല്ലാം നമ്മുടെ ശരിയാവണമെന്നില്ല, എന്നാലും ഒരു 50% സെറ്റുകളും കളയുന്നത് അത് പോയിട്ടല്ല, ശരിക്കും ആൾക്കാർ അജ്ഞത കൊണ്ട് കളയുന്ന. ഇന്നൊരാൾ വിളിച്ചാണ്ട് 65 ഇഞ്ച് ടി വി ബാക്ക് ലൈറ്റ് പോയത് മാറിക്കൊടുക്കണം. അയാളത് ബാക്ക് ലൈറ്റ് പോയ സെറ്റേ ഉള്ളൂ. അയാളോട് പറഞ്ഞത് പോയത് നന്നാക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് അയാൾക്ക് പുതിയ ടി വി കൊടുത്തു. ഇതാണ് ഇവിടെ നടക്കുന്നത്. എത്ര പുതുപുത്തൻ ടി വി മേടിച്ചാലും 3 വർഷമല്ലേ വാറണ്ടി ഉള്ളൂ, അല്ലെ 5 വർഷമല്ലേ വാറണ്ടി ഉള്ളൂ, അല്ലെ 4 വർഷമല്ലേ വാറണ്ടി ഉള്ളൂ. ഈ 4 വർഷം കഴിയുമ്പോൾ ഇത് പോകും. ഇത് 13 വർഷമായ സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും റിപ്പയർ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നു. ഇനിയിപ്പം ചെറിയ പൈസയ്ക്ക് റെഡിയാകുന്നത്. ഇനിയിപ്പോൾ ഇത് 1 വർഷം ഓടിയാൽ തന്നെ 2 വർഷം ഓടിയാൽ തന്നെ. ഇങ്ങനെയൊന്നും പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ടി വി മേടിച്ച് പൈസ കളയണോ? അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് ചെയ്യണം. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ ലൈക്ക് അടിച്ച് കഴിയുമ്പോൾ ഈ സൈഡിൽ ഹൈപ്പ് എന്ന് വരും. അത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടാൽ ഈ ചാനൽ ഇത് കൂടുതൽ റീച്ച് ആവുന്ന. ഈ ഹൈപ്പ് ചെയ്യുന്നവർക്കും പ്രത്യേക സമ്മാനം ഗൂഗിൾ തരുന്നുണ്ട്, ഞങ്ങളും തരുന്നുണ്ട്. 3 ഹൈപ്പ് ഒരാൾക്ക് ഒരു ആഴ്ച ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു 3 വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം. Head to toe in tie-dye.